വരാൻ പറഞ്ഞത്? നിങ്ങൾ വന്നോ, നിങ്ങളിരിക്കേ. ഞാൻ വരാൻ പറഞ്ഞത് ഒരു സീരിയസ് കാര്യം പറയാനാണ്. എന്താ സാറേ ഇത്ര സീരിയസ്? അത് പിന്നെ അന്ന് നമ്മളുടെ കയ്യിൽ നിന്ന് പോയ ആ വർക്ക് നമുക്കിപ്പോൾ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് നിങ്ങൾ കേരളം വരെ പോവേണ്ടി വരും. കേരളത്തിൽ പോയാൽ മതിയോ? അത് കുഴപ്പമില്ല സാറേ, നമുക്ക് പോവാം. കേരളത്തിലെവിടെയാ? കേരളത്തിൽ കണ്ണൂർ. കണ്ണൂരോ? കണ്ണൂര് പോണോ സാറേ? എനിക്കറിയാം കൃഷ്ണ, നിന്റെ നാടാണതും. അവിടെ നിനക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നും അറിയാം. പക്ഷേ നമ്മുടെ വർക്കിൻ്റെ കാര്യമാണ്, പോയേ പറ്റൂ. അല്ല, ഈ വർക്ക് പോയാൽ പിന്നെ തിരിച്ചു കിട്ടാൻ പാടാ. ഓക്കെ സാറേ, നമുക്ക് പോവാം. വീട്ടിലെ പ്രശ്നം വെച്ച് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ, വർക്കിൻ്റെ കാര്യമല്ലേ. ഞാൻ പൊക്കോളാം. എന്നാൽ നിങ്ങൾ നാളെ തന്നെ ഇറങ്ങല്ലേ? ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടേക്കാം. സാറേ, നാളെ തന്നെ പോവാം. എന്ന് തിരിച്ചു വരാൻ പറ്റും എന്നല്ല അറിയാം സാറേ. അതവിടുത്തെ വർക്ക് തീരുന്നതനുസരിച്ചിരിക്കും. ആ സാറ് എന്നാണോ ഓക്കെ പറയണത് അന്നേ തിരിച്ചു വരാൻ പറ്റൂ. അപ്പോൾ ഓഫീസിലെ കാര്യങ്ങളോ, എൻ്റെ വർക്ക്സോ? അതൊക്കെ അർജുൻ നോക്കിക്കോളും. നിങ്ങൾ നാളെ തന്നെ പോകാനുള്ള ബാഗൊക്കെ പാക്ക് ചെയ്തു നാളെ ചെന്ന്. കൃഷ്ണ, നീ ഓക്കെ ആണോടി? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ തന്നെ വരുമെന്ന്. ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് സങ്കടം. ഞാൻ എൻ്റെ അടുത്തേട്ടത്തിൻ്റെ പുറത്തല്ലേടി അപ്പയും അമ്മയും ഒരുപാട് വേദനിച്ചത്. ഞാൻ കാരണം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായില്ലേടി. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് പോരുന്നത്. എന്നിട്ടും എന്താ മുത്തപ്പനെ മനസ്സിലാക്കാതെ? നീ കാരണമൊന്നുമല്ല, ഞാൻ കാരണമല്ലേ നിനക്ക് എൻ്റെ അപ്പനെയും അമ്മേനെയും ചേട്ടനെയും ഒക്കെ നഷ്ടപ്പെട്ട. ഞാനല്ലേ ശിശിരകാലം അതിരിടാവാനിലായി പാറുന്നു പറവകൾ പോലവേ. എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ശപസൂര്യ ശോഭയിൽ തെളിയുന്ന ദ്രോണ, നക്ഷത്ര കോടികൾ കഥിപനാം ദ്രോണ, ഉദയത്തിലോംകാര ശംഖമാം ദ്രോണ,